നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്തൊളിച്ചോളാണ് എടാ ശരിമേ, നീ നെയ്ച്ചോറ് വെക്കുകയാണ്. അല്ല പാപ്പ. പിന്നെ ഇവിടെ നെയ്യിന്റെ മണം അടിക്കുന്നതോ? ഉപ്പുമാവിന്റെ അകത്ത് നെയ്യ് ചേർത്തില്ല പാപ്പ. ആര് പറഞ്ഞടാ എന്നോട് നെയ്യ് ചേർക്കാൻ? അതിനുള്ള വരുമാനം ഉണ്ടോ പാപ്പയ്ക്ക്? പാപ്പ ക്ഷീണിച്ചിരിക്കല്ലേ, ശരീരത്തിൽ കാൽസ്യം വേണ്ടേ? പടച്ചോനെ, ആ സൂക്കേട് മാത്രം ഞമ്മക്ക് വേണ്ട. എന്റെ പാപ്പ ഇത് സൂക്കേടല്ല. ഈ ശരീരത്തിന് എന്തെല്ലാം വൈറ്റമിൻസാ കൊടുക്കേണ്ടതെന്നറിയോ? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ. നിർത്തടാ അഞ്ചോലി ABCD. നീ നെയ്യ് ചേർക്കെന്താന്ന് പറ. ബാപ്പ ഇത് കാര്യം ചെയ്യും, ഒരു നിക്കാഹ് കഴിക്കും. അപ്പം ബാപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വെച്ചിരുമല്ലോ. അടാ പറഞ്ഞോനെ, നീ പറഞ്ഞ എന്റെ കുട്ടൻസ് ബാപ്പയ്ക്ക് പിടികിട്ടി. അനക്ക് പണിക്കാർ കഴിക്കും. എന്റെ പാപ്പ, ഞാൻ LLB പാസ്സാവാതെ മാരേജിനെ പറ്റി ചിന്തിക്കേ. ആ എന്നാ ബാപ്പ എന്നോടൊരു കാര്യം പറയാം. നമ്മളെ കുഞ്ഞുപാത്തുവിന്റെ പകല് ഒരു പെണ്ണുണ്ട്, സൈനവ. നീ കുഞ്ഞിനെ കണ്ടു കാണും. അവള് യത്തീമാണ്. അവളിവിടെ വീട്ടിൽ ജോലിക്കുള്ളത് നിർത്താം. സന്തോഷം. പിന്നെ ഒരു കാര്യം, നീ സൈനവന്റെ അടുത്ത് മുണ്ടോ ചിരിക്കോ അവളെ തൊഴുകയോ ചെയ്യരുത്. ഓക്കെ, പക്ഷേ പാപ്പയും ഇതുപോലെ തന്നെ ചെയ്യണം. ഓടാ നമുക്ക്. നീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക. മോളെ സൈനവ. എന്താ പാപ്പ? മോളെ, ഇതാണ് ഞമ്മളെ മോൻ സലീം. ആര് പറഞ്ഞടാ നമുക്ക് എന്നോട് തിരിഞ്ഞു നോക്കാൻ? ആളൊന്ന് കാണണ്ടേ പാപ്പ? എന്നാ കണ്ടോ? അങ്ങനെ സൂക്ഷിച്ചു നോക്കണ്ട മോളെ. ഈ പഴയന്റെ അടുത്ത് മുണ്ടൻ. കാരണം എന്താ അറിയോ? പരിഷ്കാരിയാണ്. ഇമാറിന്റെ വേഷം കണ്ടോ? എല്ലൂമ്പിക്ക് പഠിച്ചാണ്. LLB അല്ലേ പാപ്പ? LLB. അതിനെ നമ്മളും പറഞ്ഞത്. അതെ, നീ പഠിച്ചിരുന്നെങ്കിൽ ഇവരെ കൊണ്ട് നമ്മളെ നിൽക്കാൻ നിർത്തിച്ചത്. പായ അടയ്ക്കട. എനിക്ക് പുറത്തേക്ക് പോയിക്കുക. ഇനി അടുക്കള കാര്യമൊക്കെ ഇപ്പോഴും എടുക്കോളും. നിന്നെ കൊച്ചിലേ കണ്ടത്. നീ വളർന്ന് സുന്ദരിയായിപ്പോയല്ലോ. കൊച്ചമ്മേ, ഈ ഫയൽ അത്യാവശ്യമായി നോക്കണമെന്ന് സോമൻ സാർ പറഞ്ഞയച്ചു. എന്താ കാര്യം? പുറത്തുനിന്ന് നമുക്ക് കിട്ടിയ 2 ലക്ഷം രൂപയുടെ ഓർഡർ എന്തോ വേല ഒപ്പിച്ച് പ്രസാദ് സാർ തട്ടിയെടുത്തു. നമ്മുടെ അവരുടെയും ലേബിൾ കണ്ട തിരിച്ചറിയില്ല. ഈ ലേബിളിന്റെ കാര്യം പ്രസാദ് സ്വന്തം കമ്പനി തുടങ്ങിയപ്പോഴേ മിസ്റ്റർ സോമൻ എന്നോട് പറഞ്ഞതാ. നമ്മളെ ചതിക്കാൻ വേണ്ടി തന്നെയല്ലേ അയാൾ ഈ പേരിൽ കമ്പനി തുടങ്ങിയത്? ഒന്ന് ഗീത, മറ്റൊന്ന് സീത. ഏതായാലും നമ്മളുടെ സ്റ്റോക്ക് കെട്ടിക്കിടക്കുക. ഒരു കഷ്ണം കൂടി വെക്കട്ടെ പാപ്പ? കേട്ടോ മോളെ, ഇവന്റെ സുന്നത്ത് കല്യാണത്തിന് ഇവന്റെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഒരു ചട്ടി നിറച്ചും അയക്കോറ കറി വെച്ച് കൊണ്ടുവന്നേ. അവള് എന്തൊരു രുചിയായിരുന്നു അതിനെന്നറിയും. അതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ അതുപോലെ രുചിയുള്ളൊരു അയക്കോറ കൂട്ടുന്നത്. നമുക്ക് എങ്ങനെയുണ്ടടാ സൈനബന്റെ അയക്കോറ? സൈനബയുടെ അരയാണ് പാപ്പ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവോ അരിയോ? ആ, അരക്കോറയുടെ അരപ്പ് നന്നായിരിക്കുന്നാ പറഞ്ഞ. നല്ല എരിവ്. അപ്പൊ കറി എനിക്ക് പിടിച്ചെന്ന് പറ പാപ്പ. സത്യം പറഞ്ഞ ഈ കറി വെച്ച സൈനവയെ കെട്ടിപ്പിടിച്ച് മുത്തി കൊടിച്ചു തിന്നാൻ തോന്നുന്നു. വേണ്ട വേണ്ട, അങ്ങനെ കഴിക്കും തിന്നൊന്നും വേണ്ട മോളെ.
നാളെ മുതൽ കറി ചീത്തയായിട്ട് വെച്ചാൽ മതി. അതെന്താ പപ്പ? എടി ബുദ്ധൂസ എനിക്ക് പുടി കിട്ടിയില്ലേ? നീ രുചിയായിട്ട് കറി വെച്ച അവൻ എന്നെ കെട്ടിപ്പിടിക്കും, മുത്തം കടിക്കും. അപ്പോഴെന്താവോ? എന്താകും? നീ ചീത്തയാവും. ഞാൻ ചുമ്മാ പറഞ്ഞ പാപ്പ. അതെന്റെ പാപ്പനോട് പറഞ്ഞാ മതി. എന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്നുള്ളത് ഇപ്പൊ ഞമ്മക്ക് പിടിക്കും. അല്ലേ? നാളെ മുതൽ കറി അലവലാരിയേക്ക് വെച്ചാൽ മതി. ശരി പാപ്പ. അപ്പൊ നോക്കിക്കാണ് ആ ഭാര്യ വെച്ച് ജനിച്ചു പോ. प्रसाद, मिस्टर प्रसाद, നീയോ ഒരു വിധവയെ കബളിപ്പിച്ച് മാനിന്റെ വേഷം കെട്ടി നടക്കുന്ന നിനക്ക് അവിടെ എന്ത് കാര്യം? മിസ്റ്റർ പ്രസാദ്, ഞാനും നിങ്ങളും പൂജ്യത്തിൽ നിന്നും ജീവിതം ആരംഭിച്ചവരാണ്. പക്ഷേ ആരാരെ കബളിപ്പിച്ചാണ് വളർന്നതെന്നും ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ആരാണെന്നും ഈ നാട്ടുകാർക്കറിയാം. നീ എവിടെ നിന്നാണ് സംസാരിക്കുന്ന അറിയാമോ? അറിയാം. ജീവിക്കാൻ തോള് ചാരി തന്നവരുടെ നെഞ്ചിൽ ചവിട്ടി വളർന്നു കയറിയ ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന്, നീതികേടായി നേടിക്കൂട്ടിയ പണം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ബംഗ്ലാവിൽ നിന്ന് കട്ടും മോഷ്ടിച്ചും സമ്പാദിച്ചത് നീയാണ്. പ്രസാദ്, വീടി തെറുത്ത് തഴമ്പിച്ച കൈയാണിത്. പാപത്തിന്റെ കറ ഇന്നോളം ഇതിൽ പുരണ്ടിട്ടില്ല. നിങ്ങൾ ചെയ്ത അന്തസ്സില്ലാത്ത പ്രവൃത്തിപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഗീതാ ബീഡി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ താഴോട്ടിറങ്ങി വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? ഗീതാ ബീഡി കമ്പനി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെ ഇന്ന് ഈ നിലയ്ക്ക് ആളാക്കി തീർത്ത സ്ഥാപനം. അവർക്ക് വിദേശത്ത് നിന്ന് വന്ന ഒരു ഓർഡർ കൃത്രിമമായി നിങ്ങൾ തട്ടിയെടുത്തു. എനിക്കതിന്റെ ആവശ്യമില്ല. ചെയ്തത് ചെയ്തു എന്ന് സമ്മതിക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതി. അഥവാ ചെയ്തെങ്കിൽ അതെന്റെ കഴിവാണെന്ന് കരുതിക്കോ. ഇത് കഴിവല്ല, വഞ്ചനയാണ്. ഇൻഡീസൻ ബിസിനസ് ടാക്ടിക്സ്. നീ ആരോടാണ് സംസാരിക്കുന്ന അറിയാമോ? അറിയാം. വ്യവസായ രംഗത്തെ സാമാന്യ മര്യാദ പോലും അറിയാൻ പാടില്ലാത്ത നിങ്ങളോട് തന്നെ. മിസ്റ്റർ പ്രസാദ്, മുഖത്ത് നോക്കി സംസാരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. കുതികാൽ വെട്ടാൻ എനിക്കറിയില്ല. നിന്റെ യോഗ്യത എന്താണെന്ന് എനിക്കറിയാം. അറിയില്ല, അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ നാട്ടിലെ വ്യവസായ പ്രമുഖനാണ്. എടോ, കടലിൽ കപ്പലടിച്ചു തകർക്കുന്ന തിമിംഗലമുണ്ട്, തുപ്പൽ കുടിച്ച് ജീവിക്കുന്ന കൃമികളുമുണ്ട്. താൻ ഈ രണ്ടാമത്തെ വർഗത്തിൽപ്പെട്ടവനാണ്. ഭയപ്പെടുത്തേണ്ട. നിങ്ങൾ കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് നിയമപരമായ നടപടികൾ സ്വീകരിച്ച് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കമ്പനി പൂട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് സോമൻ എന്നല്ല.